മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ശോഭാ സുരേന്ദ്രനെ അങ്ങ് പൂട്ടാമെന്ന് കരുതി രംഗത്തെത്തിയ സകലരുടെയും മണ്ടക്ക് തന്നെയാണല്ലോ പണിയൊക്കെ തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു വലിയ രീതിയിൽ ബിന്ദു വിനയ്കുമാറൊക്കെ രംഗത്തെത്തുന്നു. വാട്സാപ്പ് കോൾ റെക്കോർഡൊക്കെ പൊക്കിപ്പിടിച്ച് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്തു. അവർ ഒരു വീഡിയോ തന്നെ പലതവണ ഇട്ടിട്ട് പല രീതിയിൽ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തു. ബിന്ദു വിനയ്കുമാർ രംഗത്തെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അപ്പൊ സകലരും കരുതി ശോഭയോടുള്ള എന്തെങ്കിലും ദേഷ്യം കാരണം കൊണ്ട് അങ്ങ് ചാടി വീണതായിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. 6 ദിവസം മുമ്പ് ഇതേ ബിന്ദു വിനയ്കുമാർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കുട്ടനാട്ടിൽ ഇന്നലെ ചമ്പക്കുളം സെന്റ് മേരീസ് HS വെച്ച് 180 ബൂത്തുകളിലെയും EVM പരിശോധന നടന്നു. ഒരൊറ്റ ബൂത്തിൽ നിന്നും ഒരു BJP-കാരൻ പോലും ഇല്ലായിരുന്നു. ഓഫീസർമാർ മൈക്കിൽ കൂടി പലവട്ടം അനൗൺസ് ചെയ്തിട്ടും ഒപ്പിടാൻ പോലും ഒരു BJP-കാരൻ ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേതാക്കന്മാർ പരിശോധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന്. ഇവരാരാ? ഈ ബിന്ദു വിനയ്കുമാർ എന്ന് പറയുന്നത് BJP-യുടെ ഒരു ജില്ലാ നേതാവാണ്. അവരാണ് ഫേസ്ബുക്കിലൂടെ പാർട്ടി അങ്ങ് അപമാനിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ അവിടെ ആളുകളെ അറേഞ്ച് ചെയ്യേണ്ട ആളുകൾ തന്നെ പരസ്യമായിട്ട് പറയുക. മാത്രമല്ല, BJP നേതൃത്വത്തിനെതിരെ തന്നെ പോസ്റ്റ് ചെയ്യാം. ഇവരിത് കുറച്ചായിട്ട് ഈ പണി തുടരുന്നുണ്ട്. അപ്പൊ ശോഭാ സുരേന്ദ്രനോട് മാത്രമുള്ള വാശിയോ വൈരാഗ്യമോ അല്ല, ഇത് പാർട്ടിക്കെതിരെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് BJP കൃത്യമായിട്ട് നിലപാടെടുത്തിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് തന്നെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. തുടർച്ചയായുള്ള അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗമായ ബിന്ദു വിനയ്കുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സസ്പെൻഡ് ചെയ്തതായി BJP ആലപ്പുഴ നോർത്ത് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് PK ബിനോയ് അറിയിച്ചു. വ്യക്തമായിട്ട് പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെ എന്നുള്ള നിലപാട് BJP സ്വീകരിച്ചിരിക്കുന്നു. മുൻകാലങ്ങളിലും BJP-ക്കെതിരെ പണിയെടുത്തു എന്നാണ് സംസ്ഥാന കമ്മിറ്റി കൃത്യമായിട്ട് കുറിപ്പിറക്കിയിട്ടുള്ളത്. ഇതൊക്കെ BJP ഇറക്കിയതോട് കൂടിയിട്ട് കേരളത്തിലെ പൊതുജനം കൃത്യമായിട്ട് വലിയൊരു സത്യം തിരിച്ചറിയാം. യഥാർത്ഥത്തില് ശോഭാ സുരേന്ദ്രനെതിരെ പണിയെടുത്ത സകലരുടെയും, കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളുടെയും, സകല സുഡാപ്പി ജിഹാദി കൂട്ടുകെട്ടിന്റെയോ, സകല കോൺഗ്രസ് നേതൃത്വത്തിന്റെയും, ഈ ബിന്ദു വിനയ്കുമാറിനെ പോലെയുള്ള ആളുകളുടെയും മണ്ടക്കാണ് യഥാർത്ഥത്തില്. അവര് തന്നെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പുറത്തിറക്കിയ വാട്സപ്പ് റെക്കോർഡിലൂടെ പണി കിട്ടിയിരിക്കുന്നത്. ശോഭ എത്ര നിഷ്കളങ്കയാണ്, ശോഭ എത്രത്തോളം നീതിയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് കേരള ജനത തിരിച്ചറിഞ്ഞില്ലേ? അവര് ശോഭക്ക് പണി കൊടുക്കാൻ പുറത്തിറക്കിയ വാട്സപ്പ് റെക്കോർഡ് കോളിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങളത് കേട്ടു നോക്കൂ. ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. ആലപ്പുഴ കാറിലല്ലടി അവള് വന്നത്. എവിടെ എന്റെ ശോഭ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പരസ്യമായിട്ട് പോസ്റ്റ് ഇടേണ്ട കാര്യം? ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒതുക്കിയത്. നിങ്ങൾ കേട്ടില്ലേ? ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള നീ ഒരൊറ്റ ഒരുത്തിയാന്ന് വ്യക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ പറയാ. ഇതൊന്നും ബിന്ദു വിനയ്കുമാർ പ്രത്യേകിച്ചൊരു ഉത്തരമൊന്നും പറയാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, വാട്സാപ്പ് കോൾ റെക്കോർഡാണ് എന്ന് ബിന്ദു വിനയ്കുമാർ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് പ്ലാൻ ചെയ്ത് ശോഭാ സുരേന്ദ്രന്റെ കോളിന് ഇവര് കാത്തിരുന്ന. കാരണം ശോഭാ സുരേന്ദ്രൻ വിടില്ല. തന്റെ ഇലക്ഷൻ പ്രചരണത്തിലെ പ്രധാനപ്പെട്ട ഒരു നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം, തനിക്കെതിരെ വോട്ടെടുപ്പിന്റെ തലേ ദിവസം തനിക്കെതിരെ ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് ശോഭാ സുരേന്ദ്രൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ അന്വേഷണം തന്റെ അടുത്തേക്ക് എത്തുമെന്ന് ബിന്ദു വിനയ്കുമാർ കാത്തിരിക്കുന്നത് പോലെ വാട്സാപ്പ് കോൾ വരുന്നു, ഇവർ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് അത് പുറത്തിറക്കിയതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ ഈ പ്ലാൻ തയ്യാറാക്കിയവരാണ് പെട്ടത്.
ശോഭാ സുരേന്ദ്രൻ വൈകാരികമായിട്ട് ശുഭിതമായിട്ട് തന്നെയാണ് സംസാരിച്ചാലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ അതിലൊരു കാര്യം വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രൻ നീതിയാണ് ഉയർത്തിപ്പിടിച്ചത്. ശോഭാ സുരേന്ദ്രൻ ഒരു ഘട്ടത്തിലും ഒരാൾക്കും പണം കൊടുക്കാൻ, ഒരു 5 നയാ പൈസ കൊടുക്കാൻ ശോഭാ സുരേന്ദ്രൻ ഒരു രീതിയിലും ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളത് ഈ ഒരൊറ്റ വാട്സപ്പ് കോളിന്റെ ആ റെക്കോർഡിന്റെ ആ ഭാഗം മാത്രം കേട്ടാൽ ഇവരോട് കയർത്ത് സംസാരിച്ചു. ശരിയാണ്, തന്റെ ജീവിതം തന്നെ ജനങ്ങൾക്ക് വേണ്ടി, തന്റെ രാഷ്ട്രീയ ജീവിതം സാധാരണക്കാർക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരിയാ ശോഭാ സുരേന്ദ്രൻ. സാധാരണക്കാരന്റെ വികാരങ്ങളുള്ള, സാധാരണക്കാരന്റെ വൈകാരികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന, സാധാരണക്കാരന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വനിതാ ലീഡറാ. അവർ സാധാരണക്കാരെ പോലെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. എന്തിനു വേണ്ടി? തന്റെ അവസാനത്തെ ഇലക്ഷൻ പ്രചരണത്തിന്റെ, തന്റെ അവസാന ഇലക്ഷൻ പ്രചരണ സമയത്ത്, ആ നിശബ്ദ സമയത്ത്, പ്രചരണ സമയത്ത് കേരളം ഒന്നടങ്കം തനിക്കെതിരൊരു ഗൂഢാലോചന നടത്തിയിട്ട് കേരളം ഒന്നടങ്കം അത് ചർച്ചയാക്കാം. ആ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് ശോഭാ സുരേന്ദ്രൻ കണ്ടെത്തൂലേ? അങ്ങനെ അന്വേഷണത്യത ഇവരുടെ ഫോൺ കോളേ. ശോഭാ സുരേന്ദ്രന് ആ പറയുന്ന പണം കൊടുക്കലും പണം കൊടുത്തു സ്വാധീനിക്കലിനൊന്നും ഒരു രീതിയിലും ഒരു പങ്കുമില്ല എന്ന കേരളം ഈ കോൾ റെക്കോർഡ് പുറത്തിറക്കിയതോട് കൂടിയിട്ട് കേരളം ഇവര് തന്നെ പണി കൊടുക്കാൻ ഇറക്കിയ ടീം, പണി കൊടുക്കാൻ ഇറക്കിയ ഫോൺ റെക്കോർഡോട് കൂടിയിട്ട് ശോഭാ സുരേന്ദ്രൻ തെറ്റുകാരിയല്ല എന്ന് കേരള ജനത തിരിച്ചറിഞ്ഞു. ഇത് ശോഭാ സുരേന്ദ്രനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വെൽ പ്ലാൻഡ് ആയിട്ട് വലിയ രീതിയിൽ ഇറക്കിയിട്ടുള്ള ഒരു തട്ടിപ്പ് നാടക. ആ ഒരു മുല്ലപ്പൂ വെച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ മുഖം പോലും വേറെ ഒരു പ്രത്യേക തരത്തിൽ വലിയ രീതിയിൽ ഒരു തിരക്കഥ ഉണ്ടാക്കി 1, 2, 3, 4 എന്ന കട്ടിങ് കൊടുത്തു. അങ്ങനെ വലിയ ഒരു സ്ഥലത്ത് പോലും ശോഭാ സുരേന്ദ്രന് കൈ കൊടുക്കുന്നതോ ശോഭാ സുരേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നതിന്റെ ആ വീഡിയോയിൽ എവിടെയില്ല. എന്നിട്ട് കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രന്റെ കാറിന്റെ അടുത്തേക്ക് ഒരു സംഘം ആളുകൾ എത്തിയിട്ട് അത് വീഡിയോ എടുത്ത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് വീഡിയോ പുറത്തിറക്കിയത് വോട്ടെടുപ്പിന്റെ തലേ ദിവസം. ആ വോട്ടെടുപ്പിന്റെ തലേ ദിവസം ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരാളെ ശോഭാ സുരേന്ദ്രൻ വിളിക്കുമ്പോ കുറച്ച് വൈകാരികമായിട്ട് പ്രതികരിച്ചു എന്നൊക്കെ വരൂ. അതൊരിക്കലും അങ്ങ് ചാടി വീഴാന്നല്ല, അത് കോടതിയിലേക്ക് എത്തിക്കുമെന്ന അവര് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇവർ ഇത് BJP നേതൃത്വം കൃത്യമായിട്ട് മനസ്സിലാക്കി ബിന്ദു വിനയകുമാറിനെ എടുത്തു പുറത്തിട്ടതോട് കൂടിയിട്ട് വ്യക്തമായി BJP നിലപാടെടുത്തു കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തില് ബിന്ദു വിനയകുമാർ ഉൾപ്പെടെയുള്ള ആളുകള് BJPക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ബിന്ദു വിനയകുമാറിനേക്ക് സസ്പെൻഡ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നതല്ലേ നമ്മൾ ഈ കേൾക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പുറത്തിറക്കിയ ഫോൺ റെക്കോർഡല്ല അത്. ഈ പറയുന്ന ബിന്ദു വിനയകുമാർ ശോഭയോട് ശത്രുതയുള്ളവർ പുറത്തിറക്കിയ റെക്കോർഡില. ശോഭാ സുരേന്ദ്രൻ ഒരു സാധാരണക്കാരിയെ പോലെ അവർക്കെതിരെ കളിച്ച ആളുകളെ ഫോണിൽ കിട്ടുന്ന സമയത്തുണ്ടാവുന്ന ഒരു സാധാരണക്കാരിയുടെ പ്രതികരണമായിട്ട് കേരള ജനത അത് ഏറ്റെടുക്കും. ഒരു കാര്യം ഉറപ്പാ, ശോഭ ഈ പറയുന്ന പണം കൊടുത്തു എന്ന വിഷയത്തിൽ ഒരു രീതിയിലുള്ള പങ്കുമില്ല എന്നുള്ളത് കേരള ജനത കൃത്യമായൊരു ക്ലീൻ ചീട്ട് ശോഭക്ക് നൽകി കഴിഞ്ഞു എന്നുള്ളതിൽ തർക്കം. ഇനി നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും കോൺഗ്രസ് നേതൃത്വവും ഈ പറയുന്ന ബിന്ദു വിനയകുമാറൊക്കെ എന്ത് ശോഭക്കെതിരെ പറഞ്ഞാലും കേരളത്തിന്റെ പൊതുസമൂഹം അതൊക്കെ എടുത്ത് ആറ്റിലറിയും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട.